അമല പോളും അവരുടെ വേഷവിധാനങ്ങളും പലപ്പോഴും വൻ വാർത്തയാകാറുണ്ട്. കഥാപാത്രത്തിനുവേണ്ടി എന്തു വിട്ടുവീഴ്ച ചെയ്യാനും അമല തയ്യാറാണ്. അവസാനമായി മലയാളക്കര ആഘോഷിച്ച ആടുജീവിതം എന്ന സിനിമയിലും താരത്തിന്റെ ഹോട്ട് ഇന്റിമേറ്റ് സീനുകളുണ്ട്. കഥാപാത്രങ്ങൾക്കുവേണ്ടി ഇത്രയധികം ഡെഡിക്കേറ്റഡ് ആയ നടി അപൂർവമാണ്. വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അടുത്തിടെ താരത്തിനെതിരെയുണ്ടായ സൈബർ ആക്രമണം തീരെ നിലവാരം കുറഞ്ഞതായിപ്പോയി എന്നാണു പലരും അഭിപ്രായപ്പെടുന്നത്. പൂർണ്ണനഗ്നായിപ്പോലും അഭിനയിച്ചിട്ടുള്ള താരമാണ് അമല പോൾ. ആടൈ എന്ന തമിഴ് സിനിമയിലാണ് താരം പൂർണ്ണനഗ്നയായി അഭിനയിച്ചിട്ടുള്ളത്. അമ്മയായതിനുശേഷം വീണ്ടും പ്രൊഫഷണൽ ലൈഫിലേക്ക് പഴയതിനേക്കാൾ ഇരട്ടി എനർജിയോടെ തിരികെ വന്ന നടിയാണ് അമല പോൾ. ആസിഫ് അലിക്കൊപ്പമുള്ള ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ ഒരു കോളേജിൽ നടന്ന സംഭവങ്ങളാണ് പുതിയ ചർച്ചാവിഷയം. ഇപ്പോൾ താരം തന്റെ ഏറ്റവും പുതിയ സിനിമ ലെവൽ ക്രോസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷന് തിരക്കുകളിലാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കറുത്ത നിറത്തിലുള്ള ഡീപ്പ് നെക്കുള്ള മിനി ഡ്രസ്സായിരുന്നു ധരിച്ചിരുന്നത്. പരിപാടിക്കിടെ വിദ്യാർത്ഥികൾക്കൊപ്പം അമല നൃത്തം ചെയ്യുകയും ചെയ്തു. പരിപാടിയുടെ വീഡിയോ വൈറലായതോടെ അമലയ്ക്ക് നേരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നു. ഡാൻസ് ബാർ ഉദ്ഘാടനത്തിനുള്ള കോളേജിലെ പരിപാടിക്കാണ് ക്ഷണിച്ചതെന്നുവരെ വിമർശനമുയർന്നു. ഇപ്പോഴിതാ വിഷയത്തിലെ നടി അമല പോൾ തന്നെ ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ആ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട വസ്ത്രമാണ് ഞാന് ധരിച്ചത്. ഞാന് സാരിയും സൽവാറും വെസ്റ്റേൺ ഡ്രസ്സുമെല്ലാം ധരിക്കാറുണ്ട്. എനിക്ക് എന്താണ് കംഫർട്ടബിള്, എന്റെ മൂഡ് എന്താണ് അതിനനുസരിച്ചാണ് ഞാന് വസ്ത്രം തെരഞ്ഞെടുക്കുന്നത്. ഞാന് ഇട്ട വസ്ത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് അനുചിതമാണെന്നോ ഞാന് കരുതുന്നില്ല. ചിലപ്പോൾ അത് കാമറയിൽ കാണിച്ച വിധം മോശമായിരുന്നിരിക്കാം. അവിടെയുണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ എനിക്കോ അതൊരു റോങ് ഡ്രസ്സാണെന്ന് തോന്നിയില്ല. അത് എങ്ങനെ കാമറയിൽ കാണിക്കുന്നുവെന്നത് എന്റെ കൺട്രോളിലല്ലല്ലോ.